ഇടുക്കിയിൽ വീട്ടമ്മയെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ അക്രമസമരം നടത്തിയ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ നിയമ നടപടി കർശനമാക്കി പോലീസ്. പോലീസിനെ ആക്രമിച്ചതിന് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്ത DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും മാത്യു കുഴൽനാടനും ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു. ഇരുവരും ഇന്ന് 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കണം. ഇന്നും കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട്. വിവരങ്ങളുമായി ചേതൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ചേതൻ, ശക്തമായ നിയമ നടപടികളിലേക്ക് പോവുകയാണ് പോലീസ്. കാരണം അത്രമാത്രം ഗൗരവതരമായ സാഹചര്യമാണ് ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ചും മാത്യു കുഴൽനാടനും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും കോതമംഗലത്ത് സൃഷ്ടിച്ചത്. പോലീസുകാരെ ആക്രമിക്കുക, പ്രകോപനം സൃഷ്ടിക്കുക, മൃതദേഹത്തോട് അനാദരവ് കാണിക്കുക എന്നിങ്ങനെ പൊതുപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നടപടികളാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ അറസ്റ്റ് ഉണ്ടാവുകയും ഇടക്കാല ജാമ്യം ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് ഇരുവരോടും നേരിട്ട് കോടതിയിൽ ഹാജരാകാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതിന്റെ നിയമപരമായി ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? മനു സൂചിപ്പിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് പ്രതിഷേധ സമരം എന്ന പേരിൽ അക്രമ സമരം കോൺഗ്രസ് ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത് കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കോതമംഗലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ഈ സംഭവം ഇങ്ങനെയാണ്. അതായത് ഇന്നലെ രാവിലെ നേര്യമംഗലത്ത് നിന്ന് ഒരു കാട്ടാന ഇന്ദിര എന്ന ഒരു വീട്ടമ്മയെ ആക്രമിച്ച് കൊലപ്പെടുത്തി. ഇതിൽ അവരെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചു. പക്ഷേ വഴിമധ്യേ അവർ മരിച്ചു. ഇങ്ങനെ ഒരു അസാധാരണ മരണമുണ്ടായാൽ സാധാരണ ഇൻക്വസ്റ്റ് നടപടി പോലീസ് കടക്കും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടി ഉണ്ടാവും. അതിനുശേഷം മാത്രമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. പക്ഷെ ഇന്നലെ സംഭവിച്ചത് ഈ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഈ മുഹമ്മദ് ഷിയാസ്, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ ഈ ആശുപത്രി ഹൈജാക്ക് ചെയ്യും. ഈ മരിച്ച വീട്ടമ്മയുടെ മൃതദേഹം തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ്. തട്ടിക്കൊണ്ടുപോയി ടൗണിൽ റോഡിൽ വെച്ച് പ്രതിഷേധ സമരം എന്ന പേരിൽ അക്രമ സമരം അഴിച്ചുവിടുകയായിരുന്നു. നമുക്കറിയാം, ഇങ്ങനെ മൃതദേഹത്തോട് അനാദരവ് കാണിക്കുന്നത് കടുത്ത നിയമലംഘനം തന്നെയാണ്. കൂടാതെ പോലീസിന് നേരെ അസഭ്യ വർഷവും അതുപോലെ തന്നെ ഡിവൈഎസ്പിയെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമവും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ സംഭവത്തിൽ 30ഓളം കോതമംഗലം പോലീസ് കേസെടുത്തിട്ടുണ്ട്. വളരെ പോലീസിന്റെ ഭാഗത്ത് വെച്ച് നോക്കുകയാണ്, വളരെ പോലീസ് പരമാവധി സംയമനം പാലിച്ചു. അതിനുശേഷം ഈ മൃതദേഹം വിട്ടുകൊടുക്കില്ല, ഈ ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്കും മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്ന നില വന്നപ്പോഴാണ് ഇന്നലെ പോലീസ് ഈ മൃതദേഹം വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പോലീസും ഈ പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ സംഘർഷം രൂപപ്പെട്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരുന്ന കുറ്റങ്ങൾ, അതായത് മണിക്കൂറുകളോളം മൃതദേഹം വെയിലത്ത് വെച്ചു, അതുപോലെ തന്നെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു, മൃതദേഹം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു, അതുപോലെ തന്നെ പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസുകാരെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്കും ഈ കോൺഗ്രസ് പ്രവർത്തകർ എത്തി. അതുപോലെ തന്നെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ തടസ്സപ്പെടുത്തി. കൂടാതെ ഇന്നലെ രാത്രിയോടെയാണ് ഈ മാത്യു കുഴൽനാടൻ MLA ഒന്നാം പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അറസ്റ്റ് ചെയ്യുന്ന ഇടയിൽ ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന്റെ ജീപ്പിന് നേരെ കല്ലെറിയുകയും ജീപ്പ് തല്ലിപ്പൊളിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. അതായത് പൊതുമുതലടക്കം നശിപ്പിക്കുന്നതടക്കം പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വളരെ സ്വാഗതാർഹമായ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ മന്ത്രി P. രാജീവും റോഷി അഗസ്റ്റിനും അടക്കം ഇവിടെ മരിച്ച ഇന്ദിരയുടെ വീട്ടിൽ സന്ദർശിക്കുകയുണ്ടായി. നഷ്ടപരിഹാരം എന്നോണം 10 ലക്ഷം രൂപയാണ് നൽകിയത്. നമുക്കറിയാം, സാധാരണ 5 ലക്ഷം രൂപ, 2 ഗഡുവായി 5 ലക്ഷം രൂപ, 5 ലക്ഷം, രണ്ടാമത്തെ ഗഡുവായി വീണ്ടും 5 ലക്ഷം രൂപ നൽകുകയാണ് പതിവ്. പക്ഷെ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഒന്നാം ഗഡുവായി 10 ലക്ഷം രൂപ സർക്കാർ നൽകുകയുണ്ടായി. അതുപോലെ തന്നെ സ്ഥലത്ത് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പെട്രോളിങ്ങും ശക്തമാക്കാൻ വനവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അടക്കം നടപടി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിൽ, ഈ കാഞ്ഞിരവേലിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ കാഞ്ഞിരവേലിയിൽ ഫെൻസിംഗ് നടപടി അടക്കമുള്ള ടെൻഡർ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത മാസത്തോടുകൂടി ടെൻഡർ നടപടികൾ വേലി കെട്ടാനുള്ള നടപടി അടക്കം ആരംഭിക്കുന്നതായിരിക്കും. ഈ വിഷയത്തിന്റെ ഗൗരവം പരിശോധിക്കുകയാണ്. അതായത് ഈ മൃതദേഹത്തോട് അനാദരവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കുറ്റം തന്നെയാണ്. കാരണം നമുക്കറിയാം, മൗലിക അവകാശങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 21. അതുപോലെ തന്നെ പ്രധാനമാണ് മരണശേഷം മാന്യമായി ക്രിമേഷൻ നടത്തുക, മൃതദേഹം സംസ്കരിക്കുക എന്നത്. ഇതിനാണ് ഈ ഒരുപറ്റം കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ തുരങ്കം വെച്ചത്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് 2002 അക്ഷയ് അധികാർ അഭിയാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു കേസുണ്ട്. ഇതിൽ പറയുന്നത് ഡിഗ്നിറ്റി ഓഫ് ഡെത്ത് മസ്റ്റ് ബി മെയിൻറ്റെയിൻ ആൻഡ് റെസ്പെക്ടഡ്. മോർ ഓവർ ഇറ്റ് ഈസ് എക്സ്റ്റെൻഡ് ടു ദ റൈറ്റ് ഓഫ്
deceased person to have a decent cremation. Also establish a corresponding duty on the state to ensure that decent cremation is served to the person. അതായത് മരിച്ച ശേഷം ഒരു വ്യക്തിയുടെ സംസ്കാര ചടങ്ങുകൾ മാന്യമായി നടത്തണം. ഇത് അതുപോലെ തന്നെ സ്റ്റേറ്റിന് ഈ ശവസംസ്കാരം മാന്യമായി നടത്താനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്, അതായത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇത് പ്രകാരമാണ് ഇന്നലെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഈ അക്രമ സമരത്തിനെതിരെ അടിയന്തരമായിട്ടുള്ള നടപടിയിലേക്ക് കടന്നത്. ഏതായാലും ഇപ്പോൾ ഇന്നലെ ഇവർ അറസ്റ്റ് രേഖപ്പെടുത്തി രാത്രിയോട് തന്നെ ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. രാവിലെ 11 മണിയോടുകൂടി കോടതിയിൽ തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നതായിരിക്കും. മനു, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ചേതൻ നമ്മുടെ മുൻപിലുള്ളത്, ഇവിടെ കോൺഗ്രസ്സുകാർ വലിയ തോതിൽ ഇപ്പോൾ വന്യമൃഗശല്യത്തെക്കുറിച്ച് ആശങ്കാകുലരാണ്. അവർ അതിനെക്കുറിച്ച് അത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന രീതിയിൽ അവർ വലിയ തോതിൽ പ്രസംഗിക്കുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം അവരോട് ചോദിക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം 18 MP ഉണ്ടായിരുന്നല്ലോ പാർലമെന്റിൽ. ഈ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. സംസ്ഥാനത്തിന് പരിമിതികളുണ്ട് ആ വിഷയത്തിൽ ഇടപെടാൻ. ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് രാജ്യമെമ്പാടും വലിയ തോതിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. ഒരു ചെറു വിരലെങ്കിലും അനക്കാൻ ഈ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് MP കഴിഞ്ഞിട്ടുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമില്ലേ? രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള MP ആണല്ലോ. ഡീൻ കുര്യാക്കോസ് ഇതേ ഇടുക്കി മണ്ഡലത്തിലെ MP ആണല്ലോ. ഇവരൊക്കെ എന്തു ചെയ്തു വന്യജീവി ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ നിയമം കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുമ്പോൾ കേന്ദ്രത്തിനെതിരെ സംസാരിക്കാതെ സംസ്ഥാന സർക്കാരിനെതിരെ ഇടപെടുന്നത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിലാണ് എന്ന സാമാന്യ ബോധ്യത്തിലേക്ക് നമ്മൾ എത്തണ്ടേ? അതെ അതെ മനു പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് ഈ വൈൽഡ് ലൈഫ് എന്നത് കേന്ദ്രത്തിന്റെ പരിധിയിൽ പെടുന്ന കാര്യമാണ്. വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട എല്ലാ നിയമനിർമ്മാണങ്ങളും കേന്ദ്രത്തിന്, അതായത് പാർലമെന്റിലെ കീഴിൽ വരുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ UDF MP പോലും ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ഭേദഗതി ബില്ല് പോലും അവതരിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് വളരെ സങ്കടപ്പെടുന്ന ഒരു കാഴ്ചയാണ്. എണ്ണത്തിൽ കൂടുതലാണെങ്കിലും നമ്മുടെ അറിയാം ദേശീയ നേതാവ് അടക്കം രാഹുൽ ഗാന്ധി അടക്കം പാർലമെന്റിൽ ഉണ്ടായിട്ടും ഈ വിഷയത്തിൽ വേണ്ട വിധം ഇടപെടാനോ നടപടി എടുക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാഴ്ച എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാൻ. ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ പരിമിതി എന്തെന്ന് വെച്ചാൽ ഇത് കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്നതാണ്. അതായത് കേന്ദ്ര നിയമമാണ് ഇവിടെ ബാധകമാവുക. ഈ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പരമാവധി ഈ വീട്ടമ്മയ്ക്ക് വേണ്ടി ആശ്വാസം പകരുന്ന വീട്ടമ്മയുടെ കുടുംബത്തിന് വേണ്ടി ആശ്വാസം പകരുന്ന നടപടിയിലേക്കൊക്കെ കടന്നിരിക്കുന്നത്. മനു, അപ്പോൾ ഈ അങ്ങനെയാണെങ്കിൽ ചേതൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ ഈ ഒരു സമരത്തിന് പുറകിൽ അതിൽ ഒട്ടുമേ ആത്മാർത്ഥതയില്ല എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വയനാട്ടിൽ പ്രശ്നമുണ്ടായപ്പോൾ അവിടെ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി വന്നിട്ട് പോയത്. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഈ നിയമം ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിട്ട് പോയത്. അതിനെതിരെ ഒരു വാക്ക് പോലും ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ മിണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടോ? പകരം എന്താണ് ചെയ്യുന്നത്? ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ പ്രശ്നത്തിനെതിരെ അത് അഡ്രസ്സ് ചെയ്യേണ്ടവരുടെ അടുത്ത് ധരിപ്പിക്കാതെ പകരം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തിനെതിരെ പ്രതിഷേധം നടത്തുന്നു. ആ പ്രതിഷേധത്തിൻ്റെ മറവിൽ വ്യാപകമായി അക്രമം അഴിച്ചുവിടുന്നു. അതിന് മാധ്യമങ്ങളും പിന്തുണ നൽകുന്നു. അതാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയപ്പെടാതെ പോകുന്നില്ലേ ഈ വലിയ ബഹളങ്ങൾക്കിടയിൽ? അതെ മനു, അതായത് ഈ തെരഞ്ഞെടുപ്പുകൾ അടുക്കുന്തോറും ഇത്തരം ചില ഈ അക്രമ സമരത്തിന്റെ പേരിൽ ചില നാടകങ്ങളൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അടക്കമുള്ള കാര്യങ്ങൾ വളരെ ലജ്ജാകരം തന്നെയാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇത് കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന കാര്യമാണ്. ഇവിടെ നമുക്കറിയാം പാർലമെന്റിൽ എണ്ണത്തിൽ കൂടുതൽ UDF MP അതായത് ഈ സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കുമ്പോൾ ഉടനെ പ്രതികരിക്കുകയും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ വരുമ്പോൾ പ്രതികരിക്കാതെ, അതായത് മൗനം പിന്തുണയെ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. കാരണം ഒരു മൃതദേഹം വെച്ചാണ് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി മാന്യമായുള്ള ശവസംസ്കാരം ഒരുക്കുക എന്നാണ്. ഇതാണ് ഇപ്പോൾ അച്ചടിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇവിടെ അക്രമ സമരം അഴിച്ചുവിട്ടത്. ഈ 2 മാസത്തിനിടയിൽ ഏകദേശം 5ഓളം മരണം നടന്നിട്ട്, പക്ഷെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിലൊരു രാഷ്ട്രീയ നേട്ടം കൊയ്യാം എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഇപ്പോൾ പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത്.
മനു.